ഈ ഒരു വീഡിയോ ഫ്രണ്ടിന്റെ വീട്ടിലോട്ട് പോയ വീഡിയോ ആണ്. രാവിലെ ആയപ്പോ തന്നെ ഞാൻ ഇറങ്ങുന്ന സമയം നോക്കി മഴ പെയ്തു അല്ല പറഞ്ഞു വെച്ച പോലെ. മഴ പെയ്യണോണ്ട് കുഴപ്പമില്ല ഗൈസ്, പക്ഷെ കൊട പിടിക്കാനാണ് പ്രയാസം. ഗൈസ് ഇവള് കുറച്ചേരം വന്നിട്ട് ഞാൻ കുറച്ചേരം പോസ്റ്റ്. ഗൈസ് എന്താന്ന് അറിഞ്ഞോളൂ, ഞാൻ എപ്പോഴൊക്കെയുള്ള വീഡിയോ എടുക്കുമ്പോൾ ഇവരെല്ലാരും ചിരിച്ചുകൊണ്ടിരിക്കും, ഞാൻ ഫോട്ടോ എടുക്കുക. ഇവരാരും സിമ്പിൾ ശ്രദ്ധിക്കുന്നില്ല ഗൈസ്, മുദ്ര ശ്രദ്ധിക്കുന്നില്ല. ഏത് അത് അതിനുശേഷം നമ്മൾ കുറച്ച് ബേക്കറി ഐറ്റംസ് വാങ്ങാന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോകുമ്പോൾ ഇങ്ങനെ ഒരു കലാപരിപാടി ഇല്ലാത്തതാണ്, പക്ഷെ ഇപ്രാവശ്യം എന്തോ അങ്ങനെ വാങ്ങണം തോന്നി. കാരണം നമ്മൾ പോകാൻ പോകുന്ന ഫ്രണ്ടിന്റെ വീട്ടിലോട്ട് ഒരു 10 വട്ടം നമ്മൾ പോയിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഗൈസ് നമ്മൾ പോകുന്നത് ആദിശ്രീയുടെ വീട്ടിലോട്ടാണ്. ഇതിൽ തന്നെ ഞാനൊരു 3-4 വട്ടം അവളുടെ വീട്ടിൽ പോകുന്ന വ്ളോഗ് ഇട്ടിട്ടുണ്ട്. ആൻഡ് ആൾസോ നിങ്ങൾക്ക് ഈ സ്ഥലങ്ങളൊക്കെ പരിചിതമായിരിക്കും. ആൻഡ് ഞങ്ങൾ വന്ന ഉടനെ ജ്യൂസ് കുടിച്ചു. ഇപ്പം ഞങ്ങൾ ഇമ്പോസ്റ്റർ ഗെയിമിന് വേണ്ടിയിട്ട് ചീറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്, അതായത് ലോട്ട്. ഓക്കെ, പിന്നെ അതിനുശേഷം ഞങ്ങൾ പുറത്തുള്ള കാഴ്ചകൾ കണ്ടു. അപ്പോഴേക്കും ഉച്ചയായി, ഇമ്പോസ്റ്റർ കളിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഉച്ചയായി. ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. ഫുഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിശ്രീയുടെ അമ്മ തന്നെ ഉണ്ടാക്കിയ തമിഴ്നാടൻ സ്റ്റൈൽ ബിരിയാണിയാണ് ഗൈസ്. അവിടെ പോയി ഇങ്ങനെ മെയിനായിട്ട് കിട്ടുന്ന ഒരു സാധനമാണിത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്, പറയാതിരിക്കാൻ വയ്യ. പിന്നെ അതിനോടൊപ്പം പാലയുടെ പായസം ഉണ്ടായിരുന്നു ഗൈസ്, ബട്ട് അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ്. സോ അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ക്ഷീണിതരായി. ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ പാട്ടൊക്കെ വെച്ച് ഡാൻസ് ഒക്കെ കളിക്കാമെന്ന് വിചാരിച്ചേട്ടോ. ഇത് പിന്നെ മറ്റേ ഓട്ടോഗ്രാഫ് ബുക്ക് അങ്ങനെ എന്തെല്ലോ പറയുക, അങ്ങനെ ഒരു ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിനുശേഷം നമ്മൾ തിരിച്ചിപ്പോൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര പെട്ടെന്ന് ആ സമയം പോയെന്ന് പോലും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ ഗൈസ്, പെട്ടെന്ന് സമയം പോയി. സത്യം പറഞ്ഞാൽ ഇമ്പോസ്റ്റർ ചാലഞ്ച് ആ ഗെയിം കളിച്ചതിലൂടെയാണ് സമയം പോയത്. അതിൻ്റെ ലോങ് വീഡിയോ നിങ്ങളെ കാത്തിരിപ്പുണ്ട് ഗൈസ്, അത് എപ്പോഴും എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ആക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിവേ അത് എപ്പോഴെങ്കിലൊക്കെ റീച്ച് ആവും ഗൈസ്, നിങ്ങളതിനെ 1 മാസം കഴിഞ്ഞിട്ടോ 2 മാസം കഴിഞ്ഞിട്ടോ എപ്പോഴെങ്കിലൊക്കെ എത്തട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബൈ.